USA നിന്നും താഹിർ അലി ഏലംകുളത്ത് അല്ലേ? അതെ, അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാ വിശേഷം? അൽഹംദുലില്ലാഹ്. താഹിർ ഖത്താറിൻ ഒരു സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാവുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് എവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന്. അതെ, താഹിർ അലി ഇളംകുളത്താണ്. ഏലംകുളത്തല്ല, ഇളംകുളത്ത് നിന്നാണ് അറിയുന്നത്. അത് ഏതാണ് ജില്ല? ജില്ല നമ്മള് മലപ്പുറം തിരൂരാണ് വീട്. തിരൂരാണ്. ശരി. ഇവിടെ പെരിന്തൽമണ്ണ ഒരു ഏലംകുളം ഉണ്ട്, ഞങ്ങൾ അതാണെന്ന് വിചാരിച്ചു. അല്ല, ഇളംകുളത്ത്. പെരിന്തൽമണ്ണ എളാപ്പ ജോലി ചെയ്തിരുന്നു നമ്മളെ ജമാൽ ഖാന്റെ കൂടെ. മുമ്പ് അറിയോന്ന് അറിയില്ല, മരിച്ചു വരുന്നത് സലീം മൊയ്തീൻ എന്ന് പറഞ്ഞിട്ട് ജമാൽ ഖാന്റെ കൂടെ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്റെ എളപ്പേര്. ഓക്കെ, അപ്പോ തിരൂര് ഇളംകുളത്ത് അതെ അല്ലേ? ഇപ്പോ തിരൂര് ഇപ്പോ പിന്നെ USA ഇപ്പൊ ഉള്ളത് അല്ലേ? USA അറ്റ്ലാന്റയിലാണുള്ളത്. എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്? ഒരു സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ കൂടെ ഒരു ഇന്റേൺഷിപ്പ് ആയിട്ട് 1999 വന്നതാണ്. അവിടെ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? എന്താണ് മെയിൻ വർക്ക്? എന്താണ് ഏരിയ? ഇപ്പൊ ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാനിവിടെ വന്നത് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ആ ഫീൽഡിലൂടെ ഞാൻ ഇവിടെ വന്നത്. അപ്പോ ഇപ്പൊ രണ്ടാമത് കോവിഡിന് ശേഷം പിന്നെ ആ ഫീൽഡൊക്കെ മാറി ഇപ്പൊ രണ്ടാമത് അക്കൗണ്ടിങ്ങിലാണ് ഉള്ളത്. ഹാഫ്ലി അടക്കമാണോ അവിടെ ഉള്ളത്, അതല്ലോ ഒറ്റക്കാണോ? അല്ല, ഫാമിലി ഇവിടെ തന്നെ ഉള്ളത്. 3 മക്കളും ഞാനും ഫാമിലി. പിന്നെ എങ്ങനെയുണ്ട് അവിടുത്തെ റമദാനൊക്കെ? അവിടെ തന്നെയാണോ ഉണ്ടാവാറുള്ളത് സാധാരണ, അതോ നാട്ടിലുണ്ടാവാറുണ്ടോ? എത്ര കാലമായി നാട്ടിലുണ്ടായിട്ട്? കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ. ഇതുവരെയും 1 വർഷം മാത്രമേ നാട്ടിലുണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള റമദാൻ എല്ലാം ഇവിടെ തന്നെ ഉള്ളത്. അൽഹംദുലില്ലാഹ്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റമദാൻ പുറത്തുള്ളതാണ് ഏറ്റവും നല്ലത്. നാട്ടിലുള്ള ശരിക്ക് റമദാന് അതിൻ്റെതായ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു സൗകര്യം നാട്ടിലുണ്ടായിരുന്നില്ല. അല്ല, കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വളരെ സ്വസ്ഥമായിട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അവിടുത്തെ ഒരു എവറിഡേ ലൈഫ് ഓക്കെ എന്താണ് അവിടുത്തെ ഇപ്പോൾ നമ്മുടെ നാടും അവിടുത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? എന്താണ് അത് ജീവിതശൈലി എന്ന് പറഞ്ഞാല് പൊതുവെ റമദാൻ അല്ലാത്ത സമയത്ത് നമ്മളെ രാവിലെ നമ്മുടേതായ കാര്യങ്ങൾ, പള്ളിയിൽ പോകുന്ന ആൾക്കാർക്ക് രാവിലെ പള്ളിയിൽ പോവാം, അത് കഴിഞ്ഞ് ജോലിക്ക് പോവാം. തിരിച്ച് അധികം ആൾക്കാരും വൈകിട്ടാകുമ്പോഴത്തേനും മഗ്‌രിബ് ഒക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തും. പള്ളികളും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാർക്ക് പള്ളിയിൽ പോയി വീട്ടിലെത്താം. നാട്ടിലത്തെ മാതിരി വൈകിട്ട് അവിടെ മറ്റേ സമയം അങ്ങാടിയിൽ പോയിരുന്ന് ചിലവഴിക്കുന്ന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ബിസിയാണ്. പിന്നെ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടുകളൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം അതിലൊന്നും ആളുകൾ കൂടുതൽ പങ്കാളികളാകാറില്ല. പിന്നെ വീക്കെൻഡിലൊക്കെ സാറ്റർഡേ സൺഡേ അങ്ങനത്തുള്ള ദിവസങ്ങളിൽ കൂട്ടുകാർ തമ്മിൽ ചേർന്ന് കൂടിയാൽ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ മലയാളികൾ അൽഹംദുലില്ലാഹ് മലയാളികൾ കുറെ ഉണ്ട് ഇവിടെ. നമ്മളെ അറ്റ്ലാന്റയിൽ തന്നെ ഒരു അറ്റ്ലാന്റ മാപ്പിള എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മലയാളി മുസ്ലിംസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അൽഹംദുലില്ലാഹ് 100-ലധികം ഫാമിലികളുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ വർഷത്തിൽ 2, 3, 4 പ്രാവശ്യമായിട്ട് കൂടും. പിന്നെ വലിയ ഗ്രൂപ്പായിട്ട്, പിന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് കൂടുന്നുണ്ടാവും. പിന്നെ റമദാൻ നോമ്പ് പറകളൊക്കെ പള്ളികളിൽ തന്നെ നടക്കാറുള്ളത്. ഏത് ഭാഗത്താണ് നമ്മളെ പള്ളിയുള്ളത് ആ പള്ളികളെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മളെ നോമ്പും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. നാട്ടിലത്തെ പോലെ വീടുകളിൽ വെച്ചിട്ടുള്ള നോമ്പുറ സംവിധാനങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കാറില്ല. ശരി. അപ്പോൾ പിന്നെ നമ്മൾ ഈ റമദാൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. റമദാൻ അപ്പോൾ വളരെ സ്വസ്ഥമായിട്ട് അനുഷ്ഠിച്ചു പോകാൻ പറ്റുള്ള സിറ്റുവേഷനിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ വീട്ടിലായിരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ എപ്പോഴും ഫാമിലി ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലേ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ? നോമ്പ് തുറ വളരെ കുറച്ചേ അധികം വീട്ടിലെ ആൾക്കാർ വീട്ടിൽ നടത്താറുള്ളൂ. കാരണം വീട്ടിലായിരിക്കാറുള്ളൂ സാധാരണ. കാരണം പള്ളിയിൽ പോവാൻ
അഥവാ ലേറ്റ് ആയാൽ നമ്മളെ വീട്ടിൽ കൂടും. എന്തെങ്കിലും ജോലിൻ്റെ എന്തെങ്കിലും ആവശ്യാർത്ഥം വീട്ടിൽ മഗ്‌രിബിന്റെ സമയമാകുമ്പോഴത്തേന് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന വഴിയിലുള്ള ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ നമ്മളെ പള്ളിയിലോ ആണ് ടാർഗറ്റ് ചെയ്യാറ്. കാരണം പള്ളിയിൽ പോയാൽ പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് പള്ളിയിലെ ഒരു ഇഫ്താർ നമ്മൾ സ്പോൺസർ ചെയ്യും. അപ്പോൾ അതേപോലെ കുറേ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്ന കാരണം നമുക്ക് അതിനായിട്ട് കുറേ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓ, അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രാധാന്യം കൂടെ അവിടെ പ്രാധാന്യം. ഉണ്ട്. അധികം മലയാളികളാണോ? കുറേ മലയാളികളുള്ള ഏരിയ ആണോ? അല്ല, മലയാളികളുള്ള ഏരിയ കുറേ ഉണ്ട്. നമ്മളെ കൂടുതൽ മലയാളികളുള്ള ഏരിയ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. എവിടെ പോയാലും പള്ളികളിലെ ഇങ്ങനെ തന്നെയാണ്. നമ്മളതിൽ വേർതിരിവൊന്നുമില്ല. മലയാളികൾ, പിന്നെ ഇന്ത്യൻ മുസ്ലിംസ്, വേറെ ഉള്ള സ്ഥലത്തുള്ള എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ടാണ് റമദാന്റെ കാര്യങ്ങളിൽ നടന്നു പോകുന്നത്. പള്ളികളൊക്കെ അടുത്തടുത്താണ്, അങ്ങനെ കുറേ പള്ളികളുണ്ടോ അതോ കിലോമീറ്റർ ദൂരമാണോ? അൽഹംദുലില്ലാ, നൂറിലധികം പള്ളികളുണ്ട്. ഞാൻ വന്ന സമയത്ത് 99 8 പള്ളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോ 100-ലധികം പള്ളികളുണ്ട്. നമ്മളൊന്നും ഇതുവരെ മാഷാ അല്ലാ. എത്തിച്ചേരാൻ പറ്റാത്ത പള്ളികൾ വരെ ഉണ്ട്. ഇതിപ്പോൾ അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്തല്ലേ നിങ്ങൾ കറക്റ്റ് സ്ഥലം? അറ്റ്ലാന്റ, അതെ 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 അതെ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ? കാലാവസ്ഥ ഇപ്പോ തണുപ്പിന്റെ സമയമാണ്. വളരെയധികം തണുപ്പുണ്ടാവാറുണ്ട് ചില ദിവസങ്ങളിൽ. ഇപ്പൊ ലാസ്റ്റ് 2-3 ദിവസങ്ങളായിട്ട് വലിയ അധികം തണുപ്പില്ല. ഇപ്പൊ ഇനിയിപ്പോ ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേന് ഒരു ഇവിടുത്തെ സ്പ്രിംഗ് എന്ന് പറയും. അപ്പൊ പിന്നെ കുറച്ച് ചൂട് വെതർ വരുന്നു വന്നിരിക്കും. നാട്ടിലെ പോലെ തന്നെ മെയ് ജൂൺ ജൂലൈ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ചൂടുള്ള സമയം. അവിടെ പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പീസ് റേഡിയോ കേൾക്കുന്ന ആൾക്കാരോ അങ്ങനെ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിലുള്ള അങ്ങനെയൊക്കെ ആ രൂപത്തിലുള്ള പിന്നെ കുറെ ഉം. പ്രോഗ്രാംസുകളൊക്കെ വരാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ കൂടുതൽ പീസ് റേഡിയോ ലൈവായിട്ട് കേൾക്കാൻ പറ്റാത്ത കാരണം ജമീൽ ആപ്പിലൂടെയാണ് ആ പ്രോഗ്രാമുകൾ അധികം കേൾക്കാറുള്ളത്. യെസ്. പിന്നെ നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ സാറ്റർഡേയിൽ നമ്മളെ PN അബ്ദുൾ ലത്തീഫിന്റെ ഒരു സക്കാത്ത് പ്രോഗ്രാമിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അമേരിക്കയിൽ ഒന്നിച്ചുള്ള ഒരു മലയാളി ഗ്രൂപ്പ് ഉണ്ട്, യെസ്. നന്മ എന്ന് പറഞ്ഞിട്ട്. അതിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. ആ ആ എല്ലാവർക്കും വളരെയധികം ക്വാളിഫൈഡ് ആയ ഒരാളായതുകൊണ്ട് എല്ലാവർക്കും വളരെ ഉപകാരമായ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. മാഷാ അല്ലാ. ഓക്കെ. അവിടെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തണുപ്പ് സീസണാണെന്ന് പറഞ്ഞു. അപ്പം നോമ്പിൻ്റെ പകൽ സമയം കൂടുതലാണോ കുറവാണോ എങ്ങനെയാണ്? ഇപ്പോൾ രാവിലെ ഒരു 5:40 5:45 ഒക്കെ ആകുമ്പോൾ ഫജ്ർ ബാങ്ക് കൊടുക്കും. വൈകിട്ട് 6:30 ആകുമ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. കറക്റ്റ് സമയമാണല്ലോ ഇവിടുത്തെ അതേ ടൈം തന്നെയാണല്ലോ ഇപ്പോൾ. പക്ഷെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നമ്മളെ സമയം മാറുമ്പോൾ ഒരു മണിക്കൂറും കൂടി കൂടും. കൂടും അല്ലേ? അല്ല, ഈ ബാങ്കൊക്കെ പുറത്തേക്ക് കേൾക്കുന്ന രൂപം തന്നെ ഉണ്ടോ? ഇല്ല, പള്ളിയിലൊക്കെ അത് ഇവിടെ നമ്മളെ ഇവിടെ എല്ലാം പള്ളിയിൽ പുറത്ത് കേൾക്കാൻ പറ്റൂല. ഇവിടെ അമേരിക്കയിൽ ആകെ 2-3 സ്ഥലങ്ങളിൽ മാത്രമേ ഞങ്ങളെ പുറത്ത് ബാങ്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുള്ളൂ. അതെ. അത് ശരി. പള്ളിയിൽ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ? പള്ളിയിൽ തന്നെ അതിൻ്റെ അകത്ത്, അല്ലാതെ പുറത്തൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഒന്നും ഉണ്ടാവില്ല. ഇല്ലില്ല, അങ്ങനത്തെ പ്രോഗ്രാമുകളില്ല. അത് ഈ എപ്പോഴെങ്കിലും ഈ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഒരു 3-4 ദിവസത്തെ കോൺഫറൻസ്, അങ്ങനെ ഏതെങ്കിലും ഓർഗനൈസേഷൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന കോൺഫറൻസ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഓക്കെ. അവിടെ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഇപ്പോൾ USA ആണല്ലോ. USA 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് പിന്നെ വെസ്റ്റേൺ കൺട്രീസിലാണ് ഇസ്ലാം കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എത്ര 99 മുതലല്ലേ അവിടെ ഉള്ളത്? അതെ അതെ. 99 മുതൽ പറഞ്ഞാൽ ഇപ്പോൾ 10-20 വർഷത്തിലധികം അല്ല. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ അവിടുത്തെ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ആളുകളുടെ ഇസ്ലാമിനെ നോക്കിക്കാണുന്ന രീതി, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അൽഹംദുലില്ലാ, നമ്മൾ വന്ന മുതൽ ഉള്ള സംഭവ വികാസങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കുറച്ചൊക്കെ ഈ ജനറൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഇസ്ലാമിന്റെ വളർച്ചയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പുറത്തുനിന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് കാര്യങ്ങളൊക്കെ കേൾക്കാറുള്ളത്. പക്ഷേ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും നമ്മളവിടുത്തെ പരിസരങ്ങളിൽ കാണും. ഞാൻ പറഞ്ഞില്ലേ, വന്ന സമയത്ത് നമ്മൾ 8 പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 100-ലധികം പള്ളികളാണ് വന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ റമദാനത്തെ ഇപ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്ക് ഒരു ജുമായിൽ നമുക്കൊരു ഷഹാദത്ത് വിറ്റ്നസ് ആകാൻ പറ്റി. അൽഹംദുലില്ലാ. അതേപോലെ ഓരോ പള്ളികളിലും ഇപ്പം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഷഹാദത്തൊക്കെ കണ്ടാൽ നമ്മളെല്ലാവരും വിളിച്ച് പറയും, അന്ന് നമ്മളെ പള്ളിയിൽ ഒരാൾ മുസ്ലിമായി. ഇപ്പോഴൊക്കെ അതൊരു
സാധാരണമായ ഒരു സ്ഥിതി ആയതുകൊണ്ട് ആരും അങ്ങോട്ട് കാരണം അൽഹംദുലില്ലാ ഒരുവിധം പള്ളികളിലും കാര്യങ്ങളിലൊക്കെ ഇത് നടക്കാറുണ്ട്. പിന്നെ ജനങ്ങൾക്ക് കൂടുതലൊരു ബോധവൽക്കരണം വന്നിട്ടുണ്ട്. കാരണം ഇപ്പം ആൾക്കാർക്കും നമ്മളെ പറ്റിയുള്ള കൂടുതൽ അറിവുകൾ വന്നിട്ടുണ്ട്. പിന്നെ സ്കൂളുകളിലും കാര്യങ്ങളിലും കോളേജുകളിലൊക്കെ കുട്ടികളുടെ ഈ MSA ഉള്ളത് കാരണം അവർക്കും അവർ നിസ്കരിക്കുന്ന കാര്യം മറ്റുള്ളവർ കാണുമ്പോഴും പിന്നെ അവരുടെ ഈ ഈ പ്രത്യേകിച്ച് ജുമായുള്ള സമയത്തൊക്കെ പള്ളികളിലൊക്കെ പുറത്തുനിന്നുള്ള മറ്റ് മതത്തിലുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്. നമ്മൾ എങ്ങനെ നിസ്കരിക്കുന്നത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും. പിന്നെ സ്കൂളുകളിലെ ചില സബ്ജക്റ്റുകൾ ഈ വേൾഡ് റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട് ഇവിടെ. അത് അൽഹംദുലില്ലാ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഒരു നല്ലൊരു സബ്ജക്റ്റാണ്. കാരണം കുട്ടികൾക്ക് ഒരു അറിയണം എന്നുള്ള ഒരു ജിജ്ഞാസ ഉള്ളത് കാരണം കുറേ കുട്ടികൾ പള്ളികളിലൊക്കെ വരും ഇത് അതായത് കാണാനുള്ളതൊക്കെ. അത് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ലോകത്തുള്ള ഓരോ മതങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണോ? അത് കുട്ടികൾക്ക് ഈ ഒരു സബ്ജക്റ്റ് കോളേജുകളിലും സ്കൂളിലൊക്കെ അവർക്ക് ഈ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അത് വേൾഡ് റിലീജിയൻ എന്ന് പറഞ്ഞിട്ട്. ആ അപ്പോ അത് പഠിക്കുന്ന സമയത്ത് പിന്നെ നമ്മളെ മതത്തിനെ പറ്റി പരിചയപ്പെടുത്താനോ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെ ക്ലാസ്സിൽ അഥവാ നമ്മളെ കുട്ടികളുണ്ടെങ്കിൽ അവരെ പറ്റി അതിനെ പറ്റി അവർ അന്വേഷിക്കും. പിന്നെ അവർ ഇതിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പള്ളികളിലൊക്കെ വന്ന് പെർമിഷൻ ചോദിക്കും. ഞങ്ങൾ വരട്ടെ ഇരിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഉം. ചില പള്ളി നമ്മളൊക്കെ ചില സമയത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യമൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്താണ് ആരാണ് ഈ ബാക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഇവര് ആ റിലീജിയസ് സ്റ്റുഡൻസ് ആണ് അതിനെപ്പറ്റി പഠിക്കുന്ന. അപ്പോൾ അങ്ങനെ കുറെ മാറി വന്ന കുട്ടികളുണ്ട്, ആൾക്കാരുണ്ട്. അത് ശരി. അൽഹംദുലില്ലാ. ഈ മക്കൾക്കൊക്കെ മദ്രസ സംവിധാനങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? മദ്രസ സംവിധാനം ഇവിടെ പൊതുവെ പള്ളികളിലുള്ളത് പിന്നെ സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ളത് വീക്കെൻഡ് മദ്രസകളുണ്ട്. പിന്നെ പള്ളികളിൽ വെച്ച് തന്നെ പിന്നെ ഖുറാൻ ഹിഫ്ള് പഠനവും പിന്നെ ഹോം സ്കൂളിംഗ് പോലെയുള്ള മറ്റേ ഭൗതിക വിദ്യാഭ്യാസത്തിന് അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളെ ഒരുവിധം പള്ളികളിലെല്ലാം ഇങ്ങനെയുള്ള സംവിധാനമുണ്ട്. ഹിഫ്ളും നടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മദ്രസയും മറ്റുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പിന്നെ ഇസ്ലാമിക് ആ സ്കൂളുകളുണ്ട്. ആ പിന്നെ എല്ലാ ഇസ്ലാമിക് സ്കൂളുകളും അതിന്റെ ചെലവ് കാരണം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഉം, ഉം. അതിന്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം. അപ്പോൾ പിന്നെ നാട്ടിൽ നിന്നുള്ള ഓൺലൈൻ മദ്രസ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരും ഉണ്ട്. അത് ശരി. പിന്നെ അവിടുത്തെ പിന്നെ ഇപ്പോൾ ഈ അറ്റ്ലാന്റ സ്റ്റേറ്റ് ഈ അമേരിക്കയിൽ ഓരോ സ്റ്റേറ്റിനും ഓരോ പരമാധികാരം ആ രൂപത്തിലുള്ളത് കൊണ്ട് ആ സ്റ്റേറ്റിൻ്റെ ഇതിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുമല്ലേ? ഓരോ സ്റ്റേറ്റിലും ഓരോ റൂൾസ് ആണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? ഇവിടെ ചില കാര്യങ്ങളിൽ സ്റ്റേറ്റിനുള്ള പരമാധികാരങ്ങൾ ഉണ്ട്. പക്ഷേ പൊതുവേ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ ജനറൽ ആയിട്ട് ഒരുവിധം സ്റ്റേറ്റുകളിലൊക്കെ ഇതേപോലെ തന്നെ നടക്കുന്നത്. ഉം, ഉം. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് സ്റ്റേറ്റിന് പ്രത്യേകമായിട്ടുള്ള കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ജീവിത രീതിനെ അഫക്ട് ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഒരുവിധം സ്റ്റേറ്റുകളിലെല്ലാം ഉള്ളത്. ഒരു മിക്സഡ് സൊസൈറ്റി ആയിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ താമസിക്കുന്ന ഏരിയകളിലൊക്കെ? അപ്പോൾ അവിടെ ഇങ്ങനെ മറ്റുള്ള റിലീജിയൻസ് ടീം ആളുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട രീതി കാര്യങ്ങൾ എങ്ങനെയാണ്? അൽഹംദുലില്ലാ നമ്മളെ വീട്ടില് നേരത്തെയൊക്കെ കുറെ ഈ പ്രബോധനത്തിനൊക്കെ ആൾക്കാർ വരുവാറുണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെ കാണാറില്ല. പിന്നെ ഒന്നാമത് നമ്മൾ ഇനി മുസ്ലിങ്ങളായെന്ന് അറിഞ്ഞുകൊണ്ടാണെന്നോ പൊതുവേ അങ്ങനത്തെ പ്രബോധനം മുമ്പ് ഉണ്ടായിരുന്ന പോലെ കാണുന്നില്ല. പക്ഷെ നമ്മളെ അമേരിക്കയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ അവരുടെ സ്വഭാവ ഗുണങ്ങൾ എത്രയോ നല്ലതാണ്. ദീനും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് മുസ്ലിംസ് അവരായിരിക്കും. അപ്പൊ അത് കാരണം നമ്മളെ ഒരു ജിജ്ഞാസയാണ് എപ്പോഴും അവർക്കുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മളോട്ടുള്ള അനുഭവങ്ങളെല്ലാം അറിയാത്ത കാര്യങ്ങൾ അവർ ചോദിച്ചറിയും. അവർ എന്തെങ്കിലും കണ്ടാലും നമുക്ക് നമ്മൾ നിസ്കരിക്കണം കണ്ടാലോ അല്ലെ ജോലി സ്ഥലത്ത് നിന്ന് നമ്മൾ അഥവാ നമ്മൾ ഓഫീസിൽ നിസ്കരിക്കുകയാണെങ്കിൽ അറിയാതെ അങ്ങോട്ട് കയറി വന്നാലും അവരെന്തോ വലിയൊരു കുറ്റം ചെയ്ത പോലെയാണ് നമ്മളോട് പിന്നെ അവർ പറയല്. സോറി സോറി എന്ന് പറഞ്ഞിട്ട് കുറെ സോറി പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവങ്ങളാണുള്ളത്. ഇതുവരെ അങ്ങനെ പേഴ്സണലായിട്ട് നമുക്ക് സ്വന്തത്തിലും നമ്മളെ അടുത്ത സർക്കിളിലും ആർക്കും അങ്ങനെ വേറെയുള്ള ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജനറലായിട്ട് നമുക്കിങ്ങനെ പൊതുവെ കേൾക്കാവുന്നല്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേൾക്കാവുന്നല്ലാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അൽഹംദുലില്ലാ ഇതുവരെ നമ്മൾക്ക് ആർക്കും വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ പിന്നെ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അമേരിക്കയിലൊക്കെ ഇങ്ങനെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സമാധാനകാംക്ഷികളായ ആളുകളുടെ പ്രകടനങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതും പ്രതികരണങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അലയൊലികളോ കാര്യങ്ങളോ അവിടെ ഉണ്ടോ? അത് അൽഹംദുലില്ലാ അതിങ്ങനെ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇപ്പോ നോമ്പായത് കാരണം നമ്മൾ വല്ലാതെ അങ്ങനെ ന്യൂസിലും
ശ്രദ്ധിക്കാത്ത അങ്ങനല്ല. കാരണം എത്രത്തോളം പുറത്തൊന്നും ഉണ്ടെന്നുള്ളത് അങ്ങനെയുള്ള പ്രകടനങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ഇല്ല അങ്ങനെ ഇല്ല. പക്ഷെ ഈ പുതിയതായി വരുന്ന ജനറേഷൻസ് അവര് മറ്റ് പഴയ ജനറേഷനെക്കാട്ടിയും കുറച്ച് മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഉം, ഉം. അപ്പൊ അവരുടേതായ സ്വന്തമായിട്ട് നമ്മൾ ഈ ഫലസ്തീൻ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള കുട്ടികൾ തന്നെ, ഇവിടുത്തെ ജനിച്ച് വളർന്ന അമേരിക്കൻസ് തന്നെ, അവരുടെ അപ്രോച്ചും ഇവിടുത്തെ പഴയ തലമുറന്റെ അപ്രോച്ചും വളരെ വ്യത്യാസമുണ്ട്. ഉം, അപ്പൊ അവര് കുറച്ചും കൂടി എല്ലാ വശവും അറിഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒരു ഭാഗം മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. എവിടെയാണ് നീതി അതിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കൂടുതലും പുതിയ തലമുറയിൽ വരുന്നത്. നാട്ടിലൊക്കെ എങ്ങനെയാ വരാറ്? വർഷങ്ങളിൽ വരാറുണ്ടോ നാട്ടിൽ? നാട്ടില് 2 വർഷം കൂടുമ്പോൾ ആണ് വരാറുള്ളത്. കഴിഞ്ഞ സമ്മറിൽ ഉണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇൻഷാ അള്ളാ നെക്സ്റ്റ് സമ്മറിൽ വരാൻ ഉദ്ദേശിക്കുന്നത്. സമ്മർ എന്ന് പറഞ്ഞാൽ മെയ് ജൂൺ ആണ് ഇവിടെ സ്കൂൾ ആ ഒഴിവുണ്ടാവല്. ഉം, ഉം. ജൂൺ ജൂലൈ സോറി. അപ്പൊ ജൂൺ ആ ജൂലൈ. സമയത്താണ് നാട്ടിൽ വരാറ്. അതെ. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഇനി പീസ് റേഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താണ് ഒരു 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 അവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഇവിടുന്ന് ഇവിടെ വേറൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്, നമ്മളെ കുട്ടികളിൽ നിങ്ങൾ ഇപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് ഒരു സക്കാത്തിനും സദക്കയൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത്. ഉം. അപ്പോ നമ്മളെ അറ്റ്ലാന്റ കമ്മ്യൂണിറ്റിയിൽ, അറ്റ്ലാന്റ മപ്ലയിൽ ഉള്ള ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ കുട്ടികളിൽ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ വീട്ടിലും ഓരോ ചാരിറ്റി ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുക്കും. അപ്പൊ ചെറിയ കുട്ടികൾ അവരുടെ കയ്യിൽ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു വിധം അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ നമ്മളത് കളക്ട് ചെയ്തിട്ട് അത് പിന്നെ അത് കൊടുക്കാൻ പറ്റിയ ഉം. എവിടേക്കാ കൊടുക്കാൻ പറ്റിയത്, ഏത് യെസ്. കൺട്രീസിലാണ്, എവിടെയാണ് ആവശ്യമുള്ളത്, അതിനനുസരിച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ലോക്കലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഈ ദാനങ്ങളും ശീലങ്ങളും, കാരണം ഇപ്പോഴത്തെ വളർത്തിയെടുക്കാൻ പ്രത്യേകിച്ച് പറ്റും. നമ്മളെ അതെ. കുട്ടികൾ ഇവിടെ ആവുമ്പോൾ പട്ടിണി എന്താണെന്ന് അറിയാത്ത കുട്ടികളാണ്. അപ്പൊ അവരിലേക്ക് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഇതിലുണ്ടെങ്കിൽ നന്നായിരിക്കും. യെസ്, വളരെ ഈ നല്ലൊരു പിന്നെ അഭിപ്രായമാണ്. അതെ അതെ. പിന്നെ ഏതായിരുന്നു പൊതുവെ ഏതായാലും സുഹൃത്ത് വലയങ്ങളിൽ പീസ് റേഡിയോ പരിചയപ്പെടുത്താറുണ്ടല്ലോ അല്ലേ, മലയാളി അതെ സുഹൃത്തുക്കൾക്കിടയിൽ? അതെ. ഇൻഷാ അല്ലാ. ഓക്കെ, ഏതായിരുന്നാലും അപ്പം നമ്മൾ നമ്മുടെ സമയം സമയം അതിൻ്റെ ഇവിടെ അതെ അതെ സമയം അവസാനിക്കുകയാണ്. അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഇനിയും ഉള്ള അവസരങ്ങളിൽ പീസ് റേഡിയോ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. നിങ്ങൾ ഇതിൽ ഈ സമയത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നു, കണ്ടു. ഏതായാലും ക്ഷമയോടെ അത് കേട്ടല്ലോ. മാഷാ അല്ലാ, അള്ളാഹു ഖൈർ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അസ്സലാമു ഏതായാലും അലൈക്കും. ഇത്രയും സമയം സംസാരിച്ചതിനും സംവദിച്ചതിനൊക്കെ പ്രത്യേകമായ സന്തോഷം അറിയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.